പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരും. ജാമ്യ ഉത്തരവ് എത്തിക്കും മുൻപേ ജയിൽ സൂപ്രണ്ട് മടങ്ങി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, മുൻപ് അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ തന്നെ അദ്ദേഹത്തെ സെല്ലിലിടുമെന്നാണോ അതോ മറ്റൊരു ജയിലിലേക്ക് മാറ്റുമെന്നാണോ? എന്താണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ ചഞ്ചൽഗുഡ ഈ പ്രിസണിനോട് ചേർന്നുള്ള ചഞ്ചൽഗുഡ സ്റ്റേഷനിലായിരുന്നു അല്പസമയം മുമ്പ് അല്ലു അർജുൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചഞ്ചൽഗുഡ ഈ ഒരു പ്രിസണിലേക്ക്, ജയിലിലേക്ക് അല്ലു അർജുനെ മാറ്റാനുള്ള നടപടി ക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ജാമ്യപകർപ്പ് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ഈ കോപ്പി അപ്ലോഡ് ചെയ്തിരുന്നില്ല. അല്പസമയം മുൻപാണ് ഈ ഒരു ജാമ്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് കൃത്യമായി കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്, ഒപ്പം ഇതിന്റെ പകർപ്പ് അല്ലു അർജുന്റെ അഭിഭാഷകർക്ക് ലഭിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ സമയം ഏതാണ്ട് 11:30 അടുക്കുന്നു. ഇതിനും നേരത്തെ മുൻപ് തന്നെ ഈ ഉത്തരവ് കൈപ്പറ്റി അല്ലു അർജുനെ പുറത്തേക്ക് വിടാനുള്ള ഉദ്യോഗസ്ഥൻ, ജയിൽ സൂപ്രണ്ട്, അദ്ദേഹം അവിടെ നിന്നും പുറത്തു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നടപടിക്രമങ്ങളെല്ലാം അവസാനിച്ചു എന്ന് അദ്ദേഹമാണ് ഔദ്യോഗികമായി ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ ഇന്ന് രാത്രി അല്ലു അർജുൻ എന്തായാലും ഈ ജയിലിൽ തുടരേണ്ടി വരും. ശേഷം നാളെ രാവിലെ ഈ സൂപ്രണ്ട് എത്തിയ ശേഷം ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് നൽകിയാൽ മാത്രമേ അല്ലു അർജുന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. എന്തായാലും വലിയ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ അല്ലു അർജുന്റെ കാര്യത്തിൽ ഇന്ന് രാത്രി അദ്ദേഹം എന്തായാലും ഈ ചഞ്ചൽഗുഡ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജയിൽ മുറിയൊക്കെ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ജാമ്യ വ്യവസ്ഥയിലെ കൂടുതൽ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആൾ ജാമ്യവും 50,000 രൂപയും, ഒപ്പം തന്നെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത്, പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അപ്പോൾ ഹാജരാകണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. പ്രത്യേകമായി വലിയ നിർദ്ദേശങ്ങളോ മറ്റോ ഒന്നുമില്ല. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലു അർജുൻ ഇന്ന് ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ്. നേരത്തെ 6:30 ജാമ്യം ലഭിച്ചപ്പോൾ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ജയിലിലേക്ക് മാറേണ്ടി വരില്ല എന്നാണ്. പോലീസും ഇത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നത്. അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജയിലിലേക്ക് മാറ്റിയാൽ എന്തായാലും ഒരു കാരണവശാലും ഇനി ഉത്തരവിന്റെ പകർപ്പ് നൽകിയാൽ പോലും അദ്ദേഹത്തിനെ പുറത്തെത്തിക്കാൻ കഴിയില്ല. സാധാരണ ഈ റിമാൻഡ് പ്രതികളുടെ ഒക്കെ ഒരു രീതി അനുസരിച്ചാണ് എങ്കിൽ അവരെ വൈകിട്ട് സ്റ്റേഷനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന ജാമ്യ ഹർജി ലഭിച്ചാൽ, ജാമ്യം ലഭിച്ച് അതിന്റെ പകർപ്പ് ഹാജരാക്കിയാൽ പോലും കൃത്യമായൊരു സമയം കഴിഞ്ഞാൽ, നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവരെ പുറത്തേക്ക് ഇറക്കില്ല. പിറ്റേന്ന് മാത്രമേ ഇവരെ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ. അപ്പോൾ അല്ലു അർജുന്റെ കാര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ പുറത്തിറക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ലു അർജുന്റെ ബന്ധുക്കളടക്കം ഈ ജയിലിന് മുന്നിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നു. അപ്പോൾ ഏതാണ്ട് കാര്യം അവർക്കും തീർപ്പായിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു. ഇന്നൊരു രാത്രി, നാളെ രാവിലെ വരെ അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ഈ നടത്തിയ നിയമ പോരാട്ടങ്ങളൊക്കെയും അല്ലു അർജുൻ ജയിലിൽ കഴിയുന്നത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു. കേസ് ഹൈക്കോടതി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് അല്ലു അർജുന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അംഗീകരിക്കുന്നു. കേസ് വൈകിട്ട് 4 മണിക്ക് പരിഗണിക്കുന്നു. ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ജാമ്യം ലഭിക്കുന്നു. ആ ജാമ്യം സർക്കാരിന് തുടക്കം മുതൽ തന്നെ അല്ലു അർജുനോട് ഒരു നല്ല അല്ലെങ്കിൽ പോസിറ്റീവ് സമീപനമല്ല ഉണ്ടായിരുന്നത്. എന്തായാലും രേവന്ത് റെഡ്ഡി, അതായത് തെലങ്കാന മുഖ്യമന്ത്രി, വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാശിയാണ് എന്ന് കരുതാനാകുമോ റഹീസ്? പ്രവീണ, ഈ കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവ് കൃത്യമായി വെബ്സൈറ്റിൽ അപ്ലോഡ് ആകാൻ ചില കേസുകളിൽ ഇത്തരത്തിൽ സമയം എടുക്കാറുണ്ട്. അതിനെ നിലവിൽ ആ ഒരു ആംഗിളിൽ സർക്കാരിനെ പഴിചാരാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഇതിനു മുൻപുള്ള കാര്യങ്ങളിൽ ഇന്ന് ഉച്ച മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളിലും സർക്കാരിനെ പഴിചാരാനാകും. അതൊന്ന്. രണ്ടാമതായി ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഈ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളിൽ മറുപടി നൽകിയിരിക്കുന്നത് അല്ലു അർജുന്റേത് ഒരു കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനും ഒപ്പം തന്നെ അമ്മാവനും ഒക്കെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു. അപ്പോൾ അത്തരത്തിൽ താനുമായി അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. പക്ഷേ ഒരു കേസ് ഉണ്ടായാൽ അതിനെ ഒരു ക്രൈം എന്ന നിലയിൽ മാത്രമേ തങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ക്രൈം ആര് നടത്തിയാലും അത് ഒരു കുറ്റമായി തന്നെ നിൽക്കും. അതിന് വ്യക്തമാണ്
മുഹമ്മദ് റഹീസ്. പുഷ്പ 2 സിനിമയുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.